കൂടി വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും ശക്തീകരിക്കട്ടെ. വേഗം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യും. ഒന്ന് പറയാമോ? ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യും. ആമേൻ. വിശ്വസ്തനായ ദൈവത്തിന് സ്തോത്രം. എൻ്റെ വോയിസ് ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആമേൻ. താങ്ക് യു. അനുഗ്രഹീതമായി നല്ല നിമിഷത്തിനായി ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഇന്നും നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സ്നേഹത്തിൽ ഒരുമിച്ച് കൂടി വരാൻ സർവശക്തനായ ദൈവം ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഈ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങളെ ഏവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആ ജീവൻ്റെ സാന്നിധ്യത്തിലേക്ക്, മഹത്വത്തിൻ്റെ ശക്തിയിലേക്ക്, ദൈവത്തിൻ്റെ കൃപയിലേക്ക്, ആ വിടുതലിൻ്റെ അനുഭവത്തിലേക്ക്, ആത്മാവിൻ്റെ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. ഇന്ന് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച് നിർത്തിയ ഭാഗം തന്നെയാണ് ഇന്നും തുടരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നലത്തെ ആ മീറ്റിംഗ് ഒരു വേറെ ഒരു ലെവലിലത്തെ ഒരു അനുഭവമായിരുന്നു. എല്ലാവർക്കും ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത് വലിയ അനുഭവമായിരുന്നു. എൻ്റെയും ജീവിതത്തിൽ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. കാരണം മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഞാനതിവിടെ സാക്ഷ്യപ്പെടുത്തി. ഇന്നത്തെ മെസ്സേജിൽ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ തന്നെ ഇവിടെ എൻ്റെ ഫാമിലിയോട് ഞാൻ സാക്ഷ്യപ്പെടുത്തി. എല്ലാവരുടെയും കാര്യം അറിഞ്ഞുകൂടാ. പക്ഷേ വ്യക്തിപരമായി എനിക്ക് വലിയ ഒരു ദൈവാനുഭവമായിരുന്നു. ഈ ദൈവാനുഭവങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ ഉണ്ട്, ദൈവാനുഭവങ്ങൾ നൽകുന്ന ദിവസങ്ങളുണ്ട്, ദൈവാനുഭവങ്ങൾ നൽകുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭമൊക്കെ ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെ നോട്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ. വലിയ അനുഗ്രഹമായി. ഇന്ന് നമ്മൾ വീണ്ടും ഇന്നലെ തന്നെ ചിന്തിച്ച ഭാഗമാണ് 116-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 3 മുതൽ താഴേക്കാണ് ഇന്ന് വായിക്കാൻ പോണേ. ഇന്നലെ നമ്മൾ 1ഉം 2ഉം വാക്യങ്ങൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചിരുന്നു. ഇന്ന് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളവേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. 5-ാമത്തെ വാക്യം, യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഒരുപാട് പ്രാവശ്യം നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ കാരുണ്യവും കരുണയും ദൈവത്തിൻ്റെ നീതിയും സ്വഭാവവും ഒരു പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കിയതിനേക്കാളേറെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചവരാണ് നാം എല്ലാവരും. ദൈവത്തിൻ്റെ കരുണ എവിടെയാണ് വെളിപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ആർക്കും വെളിപ്പെടാത്ത സമയങ്ങളിലാണ് ദൈവത്തിൻ്റെ കരുണ വെളിപ്പെട്ടതെന്ന് എനിക്ക് പറയാൻ പറ്റും. ദൈവത്തിൻ്റെ സ്വഭാവം എവിടെ നിന്നാണ് പഠിച്ചത് എന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുടെ സ്വഭാവം മനസ്സിലാക്കിയതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ സ്വഭാവമെന്ന് ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് പഠിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാനായിട്ട് കഴിയും. എവിടെയാണ് വീണു പോയത് എന്ന് ചോദിച്ചാൽ മരണപാശങ്ങൾ എന്നെ എപ്പോൾ പിടിച്ചുവോ അപ്പോഴാണ് വീഴാൻ തുടങ്ങിയത് അല്ലെങ്കിൽ വീണുപോയത് എന്ന് പറയാനായിട്ട് കഴിയും. എപ്പോഴാണ് ജീവിതത്തിൽ നിന്ന് വേദനകൾ മാറി സ്വൈര്യവും സ്വസ്ഥതയും അനുഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ അടക്കമുള്ള എല്ലാവർക്കും, നിങ്ങൾക്കും എല്ലാവർക്കും പറയാൻ കഴിയും, പാതാളത്തിൻ്റെ വേദന ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വഭാവത്താലും കാരുണ്യത്താലും നീങ്ങിപ്പോയ അന്നു മുതൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും സ്വൈര്യവും ജീവിതത്തിലുണ്ടായി എന്ന് പറയാനായി കഴിയും.
ദാവീദിന്റെ ഈ സങ്കീർത്തനം സാക്ഷ്യ സങ്കീർത്തനത്തിനകത്ത് നിന്ന് ഒട്ടനവധി കാര്യങ്ങൾ ഇന്നലെ നാം ചിന്തിച്ചു. അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം ഇന്ന് ചിന്തിക്കുന്ന ഈ 2 വാക്ക്, മരണപാശങ്ങൾ, പാതാളവേദന, ഈ 2 വാക്കിനകത്തു നിന്നും ദൈവം നൽകിയ സമയത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ക്രിസ്തുയേശുവിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് വളരെ വലിയ നിലയിൽ തന്നെ പാടുകയും ഗാനങ്ങൾ രചിക്കുകയും ചെയ്ത ഒരു അനുഗ്രഹീതനായ അഭിഷിക്തനാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണെങ്കിലും ഇന്നലെ ഞാൻ ഒരു വാക്ക് പറഞ്ഞു. ഒരു ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ, ഒരു അഭിഷിക്തൻ എന്നുള്ള നിലയിൽ, കഴിവുകളുള്ളവൻ എന്നുള്ളൊരു നിലയിൽ, ഭരണതലവൻ എന്നുള്ളൊരു നിലയിൽ, രാജ്യത്തിലെ രാജാവ് എന്നുള്ള നിലയിൽ, ആജ്ഞാനുവർത്തികൾ ഏറെയുണ്ട് എന്നുള്ള നിലയിൽ, കായികാഭ്യാസവും ആയുധ പരിശീലനവും നേടിയവൻ എന്നുള്ള നിലയിൽ ഒക്കെയും തന്നെ, സുന്ദരൻ എന്നുള്ള നിലയിൽ, സൗന്ദര്യത്തിൽ ഉന്നതൻ എന്നുള്ള നിലയിൽ ഒക്കെയും തന്നെ അഹങ്കരിക്കാൻ നിഗളിക്കാൻ ഏറെ അവസരങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദാവീദിനെ കുറിച്ച് ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ കാണുന്നത് താൻ ഏറ്റവും താഴ്മയുള്ളൊരു മനുഷ്യനായിരുന്നു. എന്തുകൊണ്ടാണ് ഏറ്റവും താഴ്മയുള്ളൊരു മനുഷ്യനായി തീർന്നത്? താഴ്മയുള്ള ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ജീവിതത്തിലേക്ക് പകർത്താൻ കടംപെട്ടവരാണ്. ദാവീദ് അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം താൻ കാത്തു സൂക്ഷിച്ചിരുന്നു, ദൈവത്തിൻ്റെ സ്വഭാവം ജീവിതത്തിലേക്ക് പകരാൻ. എന്നാൽ നാം പാർത്ത ഭൂമിയിൽ തന്നെ ആയിരുന്നു ദാവീദും പാർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ശത്രു ഇടവിടാതെ തന്നെ പിന്തുടരുകയും ഒരു ബലഹീന നിമിഷത്തിൽ താൻ പാപത്തിൽ അകപ്പെട്ടു പോകുകയും തന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ വല്ലാതെ കവിണ്ണു വീണ് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചതും നമുക്ക് തിരുവെഴുത്തിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തേ, എനിക്കിന്ന് നിങ്ങളോട് ഈ പ്രാരംഭ സമയം പറയാൻ ഏറ്റവും താല്പര്യവും എന്നെ ആത്മാവ് പ്രേരിപ്പിക്കുന്നതുമാകുന്ന ഒരു കാര്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നുള്ള സൗഭാഗ്യം എന്താണോ അത് തന്നെ. സൗഭാഗ്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്, കൃപ ദൈവം തന്നിട്ടുണ്ട്, അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്, സമ്പത്ത് ദൈവം തന്നിട്ടുണ്ട്, സമാധാനവും ദൈവം തന്നിട്ടുണ്ട്. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല, പോരാട്ടം ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാം ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ഭയത്തോടൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. തിരുവെഴുത്ത് വായിച്ചിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവദാസന്മാരുടെ അനുഭവത്തിൽ, ഈ തിരുവെഴുത്ത് പറയുന്ന ദൈവദാസന്മാരുടെ അഭിഷിക്തരുടെ അനുഭവത്തിൽ നിന്നുള്ള പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളോട് ഭയത്തോടൊരു കാര്യം പറയട്ടെ. ഇന്ന് എനിക്കുണ്ട് എന്ന് നാം അവകാശപ്പെടുന്നതൊക്കെയും ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടാൻ അധിക സമയം വേണ്ട. ഇന്നെനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് അധ്വാനിക്കാൻ കഴിയും എന്നുള്ള വാക്കിനൊന്നും ഒരു വിലയും ഇല്ല. ചിലരൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, പണം പോണേ പോകും, എനിക്ക് ആരോഗ്യമുണ്ട്, ഇനിയും ഞാൻ അധ്വാനിച്ചുണ്ടാക്കും. ഇല്ല സഹോദര, ഇല്ല സഹോദരി, അങ്ങനൊന്നും നമുക്ക് അഹങ്കരിക്കാനോ അങ്ങനൊന്നും നമുക്ക് വെല്ലുവിളിക്കാനോ പറ്റുകയില്ല. കാരണം അതിനപ്പുറമായി പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കീഴിലാണ് നാമും ഈ പ്രപഞ്ചവുമൊക്കെ ആയിരിക്കുന്നത്. എൻ്റെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനം, എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ ദാനം, എൻ്റെ സമ്പത്ത് ദൈവത്തിൻ്റെ ദാനം. എനിക്ക് പണമുണ്ടെന്ന് അഹങ്കരിക്കാൻ പ്രമാണമില്ല, എനിക്ക് ആരോഗ്യമുണ്ടെന്ന് അഹങ്കരിക്കാൻ പ്രമാണമില്ല. കാരണം തിരുവെഴുത്ത് പറയുന്നു, ഇത്രയും അഭിഷേകവും ഇത്രയും കൃപയും ഇത്രയും പ്രാർത്ഥനാ ജീവിതവുമുള്ള ദാവീദിനെ പോലും മരണപാശങ്ങൾ വിട്ടില്ല, പാതാളത്തിന്റെ വേദനകൾ തന്നെ ഒഴിവാക്കിയില്ല. മരണപാശങ്ങൾ വിട്ടില്ല, പാതാളത്തിന്റെ വേദന തന്നെ ഒഴിവാക്കിയില്ല. ആമേൻ. മരണപാശങ്ങൾ തന്നെ വിട്ടില്ല, പാതാളത്തിന്റെ വേദന തന്നെ ഒഴിവാക്കിയില്ല. അങ്ങനാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും, നാം ഓരോരുത്തരും ഭയത്തോടെ ചിന്തിക്കേണ്ട, ഭയത്തോടെ കാലം കഴിക്കേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സംഭവങ്ങൾ വിളിച്ച് അറിയിക്കുന്നത്. ഇന്ന് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ, ഇപ്പോൾ സംഭവിച്ചതിന് എന്താ കുഴപ്പം, ഇപ്പൊ സംഭവിച്ചതിന് എന്താ പ്രശ്നം, എനിക്ക് ഇനിയും അധ്വാനിക്കാം, എനിക്ക് ഇനിയും ആകാം, എനിക്ക് ഇനിയും ചെയ്യാം എന്നുള്ള എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ, എൻ്റെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണെന്നും എനിക്ക് ദൈവം തന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്നും
ദൈവം എന്നെ ഏൽപ്പിച്ചേക്കുന്നതാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് ഈ സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന ഒരു ഏറ്റുപറച്ചിൽ പൈശാചിക സാമ്രാജ്യം കേൾക്കേണ്ടത് വലിയ അത്യാവശ്യമാണ്. ഈ നിലയിലൊക്കെയും തന്നെ ബോധ്യമുണ്ടായിരുന്ന ദാവീദിനെ പോലും മരണപാശങ്ങളും പാതാളത്തിൻ്റെ വേദനയും വിട്ടിട്ടില്ല, തന്നെ ഒഴിവാക്കിയിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മരണപാശങ്ങൾ ഒരു വ്യക്തിയെ അവനായിരിക്കുന്ന ജീവിതത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും അവനെ അടർത്തി മാറ്റി, അല്ല ബലാത്കാരമായി അവന്റെ അനുവാദമില്ലാതെ, അവന്റെ നിർബന്ധമില്ലാതെ, അവന്റെ ആഗ്രഹമില്ലാതെ ബലാത്കാരമായി അവനെ അടർത്തി മാറ്റിക്കൊണ്ട് വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയെയാണ് മരണപാശങ്ങൾ എന്നവിടെ തിരുവെഴുത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ദാവീദിനെ സംബന്ധിച്ച് മരണപാശത്തെ കണ്ട് ഭയപ്പെടുകയോ ഒളിച്ചിരിക്കുകയോ പ്രാർത്ഥിക്കാതെ മൗനമായിട്ടിരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയല്ല ഞാൻ തിരുവെഴുത്തിൽ കാണുന്നത്. ഭയമുണ്ടോ? മരണഭയമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇവിടെ ദാവീദ് ദൈവത്തോട് പറയുന്ന വാക്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. 3, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ഈ കഷ്ടം, സങ്കടം, ഇത് രണ്ടും നമുക്ക് നല്ല പരിചയമുള്ള വാക്കാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന കാരണത്തെ ദാവീദ് ഇവിടെ ഉയർത്തി കാണിക്കുന്നു. ഒരു മരണത്തിൻ്റെ അനുഭവമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിയന്ത്രണങ്ങളില്ലാത്ത സങ്കടങ്ങളും കഷ്ടങ്ങളും കൊണ്ടുവരുന്നത്. കഷ്ടവും സങ്കടവും ഇല്ലാത്ത ആൾക്കാരാരാ പാസ്റ്ററേ ഉള്ളതെന്ന് നമ്മളെല്ലാവരും ചോദിക്കും. ന്യായമായിട്ട് നമ്മൾ ചോദിക്കും, കഷ്ടവും സങ്കടവും പ്രശ്നങ്ങളും ഇല്ലാത്തതായിട്ട് ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. എന്നാൽ എല്ലാ കാര്യങ്ങളും സ്വാഭാവികമല്ല. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് അസ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യമുണ്ട്. അതിൽ ഒന്നിനെ, 2 കാര്യങ്ങളെ ദാവീദ് ഇവിടെ എടുത്തുയർത്തി കാണിക്കണം. 1, മരണപാശങ്ങൾ. 2, പാതാളത്തിൻ്റെ വേദനകൾ. പാതാളത്തിനകത്ത് മരിച്ച് മൺമറഞ്ഞതിന് ശേഷം മനുഷ്യന്റെ ആത്മാക്കൾ പോകുന്ന ഇടങ്ങളിലൊന്നാണ് പാതാളം. ആ പാതാളത്തിനകത്ത് ബോധപൂർവമുള്ള അനുഭവങ്ങൾ ഉണ്ടെന്ന് ഈ വചനം നമ്മെ വെളിപ്പെടുത്തുന്നു. മരിച്ചെങ്കിൽ ഇതൊന്നും അനുഭവിക്കേണ്ടായിരുന്നു. അങ്ങനെ പറയരുത്. മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അനുഭവങ്ങൾ തുടങ്ങുന്നത്. ഇതങ്ങ് ഇവിടം വിട്ട് ഈ ലോകം വിട്ട് പോയായിരുന്നെങ്കിൽ എനിക്കിതൊന്നും അനുഭവിക്കേണ്ടായിരുന്നു എന്ന് പറയുന്നെങ്കിൽ അനുഭവിക്കുന്ന ഒരിടമുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പാതാളം എന്ന് ഇവിടെ പറയുമ്പോൾ അതിന് എബ്രായ പദം ഷിയോൾ എന്നാണ്. ഷിയോൾ എന്ന ആ പദത്തിന് മനുഷ്യന്റെ ആത്മാക്കൾ പോകുന്ന ഇടം, മരണശേഷം ആയിരിക്കുന്ന സ്ഥലം എന്നൊക്കെ ഒത്തിരി വിവർത്തനങ്ങൾ ഈ ഷിയോൾ എന്ന പദത്തിനുണ്ട്. അപ്പോ പാതാള വേദനകൾ എന്നെ പാതാള വേദനകൾ എന്നെ പിടിച്ചു എന്ന് ഇവിടെ പറയുമ്പോൾ പാതാളത്തിലെ വേദനകൾ പ്രാണന്റെ മരണശേഷം പാതാളത്തിനകത്തുള്ള വേദനകൾ ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയും എന്നാണ് ഈ തിരുവെഴുത്ത് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ജീവനോടിരിക്കുന്ന ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഭൂമിയിൽ വെച്ച് താൻ അനുഭവിക്കേണ്ടി വരുന്ന വേദനകളുടെ ആഴം
ഭയങ്കര വലുതാണെന്നുള്ളതാണ്. എനിക്ക് ഈ സന്ദേശം കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് മനസ്സിലാക്കി തരാനുള്ളൊരാശയം ഇതാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു ലെവൽ വേദനകളുണ്ട്. അതാണ് തിരുവെഴുത്തിൽ ലേഖനങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, മനുഷ്യർക്ക് സഹിപ്പാൻ കഴിയുന്നതിനേക്കാൾ അധികം വേദന ദൈവം ഒരു മനുഷ്യന് തരത്തില്ല. എന്നാൽ ദാവീദിന്റെ ഈ വാക്കുകൾ അതിന്റെ മുകളിൽ നിൽക്കുന്ന വാക്കാണ്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പാതാളത്തിന്റെ വേദന അവൻ അനുഭവിക്കേണ്ട കാര്യമില്ല. പാതാളം അവന്റെ മരണശേഷം അവൻ പോകുകയാണെങ്കിൽ അവൻ അനുഭവിക്കേണ്ട ഒരു വേദനയാണ്. സ്വർഗത്തിൽ ആ അവസ്ഥയില്ല. സ്വർഗത്തിൽ ആ വേദനയുടെ അവസ്ഥയില്ല. മരണപാശങ്ങൾ അത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അവസാന സമയങ്ങളിൽ അവൻ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്നാൽ ജീവനോടിരിക്കുന്ന സമയം തന്നെ, സന്തോഷത്തോടുകൂടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ, കുടുംബത്തിൽ സമാധാനമായി ഇരിക്കുന്ന സമയം തന്നെ, സ്വൈര്യ ജീവിതം നയിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, നല്ലൊരു ബിസിനസ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, അത്യാവശ്യം കടം വാങ്ങാതെ മറ്റ് ഉള്ളത് കൊണ്ട് സന്തോഷം പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ, മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ട് നല്ല വാർത്തയൊക്കെ കേട്ട് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, മക്കളെയൊക്കെ വിദേശത്ത് അയക്കാൻ ആഗ്രഹിച്ച് അയച്ച് അവരുടെ നല്ല വാർത്തയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന അവസ്ഥകളാണ് അപ്രതീക്ഷിതമായ ഈ വചനം. അപ്രതീക്ഷിതമായ ഈ ഒരു കാര്യം എന്താണെന്നറിയാമോ? മരണപാശത്തിന്റെ ചുറ്റലും പാതാള വേദനയുടെ അവസ്ഥയും. ഭൂമിയിൽ ജീവിക്കുന്ന ഞാൻ ഭൂമിയിലെ വേദന അനുഭവിക്കണം. പാതാളത്തിന്റെ വേദന ഭൂമിയിൽ ജീവിക്കുന്ന ഞാൻ ഇപ്പോഴേ അനുഭവിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഞാൻ അനുഭവിക്കേണ്ട കാര്യമേ ഇല്ല എന്നിരിക്കെ, ദാവീദ് എന്ന് പറയുന്ന അനുഗ്രഹീത ദൈവദാസൻ, ഗാനരചയിതാവ്, സങ്കീർത്തനക്കാരൻ ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, ഞാൻ അനുഭവിക്കേണ്ടതിന് മുകളിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അനുഭവിക്കേണ്ടത് മുഴുവനും ഈ പ്രായത്തിനകത്ത് ഞാൻ അനുഭവിച്ചു തീർത്തു. പെടാവുന്നതിന്റെ പാട് മുഴുവനും ഞാൻ പെട്ടു. കരയാവുന്നതിന്റെ അങ്ങേ അറ്റം ഞാൻ കരഞ്ഞു. സഹിക്കാവുന്നതിന്റെ അങ്ങറ്റം ഞാൻ സഹിച്ചു. എന്നിട്ടും ഈ അവസ്ഥകളിൽ നിന്ന് എനിക്ക് ഒരു മോചനമില്ലാത്തത് കൊണ്ട് ഒന്ന് മരിച്ചാൽ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, വേദപുസ്തകം വ്യക്തമായി പറയുന്നു, അവിടെയും വേദനയുടെ ഒരു അനുഭവം മാറി നിൽക്കുന്നില്ല. പാതാളത്തിലും ബോധപൂർവം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന, നാം എന്ന വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ പാതാളത്തിലുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നു. ഈ മരണപാശവും പാതാളത്തിന്റെ വേദനയും ദാവീദിനെ ചുറ്റിയപ്പോ താഴെ എഴുതി വെച്ചേക്കാണ്, സങ്കടവും കഷ്ടവും തന്റെ ജീവിതത്തിൽ വർദ്ധിച്ചു. ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവശബ്ദം കേൾക്കുന്ന ഒരു മനുഷ്യൻ, അഭിഷേകത്തിന്റെ ഒരു മുഖമുദ്രയായി നമ്മളെല്ലാവരും എടുക്കുന്ന ഒരു മനുഷ്യൻ, അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പറയാണ്, തന്നെയും മരണപാശങ്ങൾ വിടുന്നില്ല, പാതാള വേദനകൾ വിടുന്നില്ല. ഈ സന്ദേശം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. മരണപാശങ്ങൾ എന്നെ വിടുന്നില്ല, പാതാളത്തിന്റെ വേദനകൾ എന്നെ ഒഴിവാക്കുന്നില്ല. ജീവിതത്തിൽ നല്ല നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, നല്ലൊരു ആത്മീയ ജീവിതം മുൻപോട്ട് വളരെ ശ്രദ്ധാപൂർവം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ അപ്രതീക്ഷിതമായി ആക്സിഡന്റലായി വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ വലിയ കഷ്ടത്തിലും വലിയ ധർമ്മസങ്കടത്തിനകത്തും ആക്കിക്കളയുന്നെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയം ചിലരോട് ആലോചന പറയുന്നു, ബുദ്ധി പറയുന്നു. ദാവീദ് ഈ കാര്യം, ഈ ഒരു നിവേദനം സമർപ്പിച്ച സന്നിധി വേറെയാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തോടുകൂടെ ചേർന്ന് നിങ്ങൾക്കും ആ സന്നിധിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കാൻ അവസരമുണ്ട്. ദാവീദ് ഇത് ദൈവത്തോടാണ് പറയുന്നത്. ആമേൻ. അയ്യോ യഹോവേ, ഞാൻ ഈ വാക്കങ്ങ് എടുക്കുക, അയ്യോ എന്നൊരു വാക്കെടുക്കുകയാണ്. വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ
ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടതാണ് എന്ന ബോധമുള്ള ഒരു വസ്തു ഉടഞ്ഞു പോകുകയാണ് എന്ന് തോന്നിയാൽ, നഷ്ടമാകാൻ പാടില്ലാത്ത ഒന്ന് നഷ്ടമാകുകയാണെന്ന് തോന്നിയാൽ, കൈവിട്ടു പോയി എന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ, അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരാഘാതത്തിന്റെ നടുവിൽ ഒക്കെയും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അയ്യോ. അയ്യോ എന്ന വാക്കിനകത്ത് അതിശയോക്തി ഉണ്ടോ? അതിശയോക്തിയില്ല. അയ്യോ എന്ന വാക്കിനകത്ത് അതിശയോക്തിയില്ല. കാരണം നഷ്ടപ്പെടാൻ തുടങ്ങുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ഒരു ബോധ്യത്തിനകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഭാഷയാണ് അയ്യോ. ദൈവം നിന്നെ ഏൽപ്പിച്ച ആത്മീയ ജീവിതം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന്, നിന്നെ ഏൽപ്പിച്ചൊരു കുടുംബം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന്, നിങ്ങളെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന്, ദൈവം ഏൽപ്പിച്ച വിശുദ്ധ ജീവിതം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന്, സമ്പത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന്, പ്രാർത്ഥനയുടെ മറുപടികൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഒരു വികാരത്തിനകത്ത് നിന്ന്, എനിക്ക് പ്രാർത്ഥിച്ചു മുന്നേറാൻ കഴിയുമോ എന്ന ഭയത്തിനകത്ത് നിന്ന്, ഒരുപാട് സംഘർഷങ്ങളും സങ്കടങ്ങളും ജീവിതത്തിൽ കുമിഞ്ഞുകൂടുമ്പോൾ എൻ്റെ വിശ്വാസ ജീവിതം പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഒരു സംഘർഷത്തിനകത്ത് നിന്ന്, നിന്റെ ഉള്ളത്തിനകത്ത് നിന്ന് ആരും പറയാതെ അകത്തിരിക്കുന്ന ആത്മാവ് തന്നെ ഒരുപക്ഷെ ദൈവത്തിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്തോടെ അന്തരാത്മാവിൽ നിന്ന് പുറത്തേക്ക് ഒരു നാവിന്റെയും സഹായമില്ലാതെ പുറത്തേക്ക് വരുന്നൊരു വാക്കാണ് അയ്യോ. അയ്യോ, ഹല്ലേലൂയ. പക്ഷെ ഈ മനുഷ്യൻ അയ്യം വിളിച്ചത് ആരുടെ മുഖത്ത് നോക്കിയാന്നറിയാവോ? ഈ മനുഷ്യൻ അയ്യോ പറഞ്ഞത് ആരുടെ മുഖത്ത് നോക്കിയാന്നറിയാം? സർവശക്തനായ ദൈവത്തിന്റെ മുഖത്ത് നോക്കിയ. കുഞ്ഞേ, കയ്യിലുള്ളതും കൂടെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്തോടെ, അയ്യോ ഞാൻ ഇനി ആരിൽ ആശ്രയിക്കും, അയ്യോ ഞാൻ ഇനി ആരെ അഭയം ചൊല്ലും, അയ്യോ എനിക്കിനി ആരാശ്രയം എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ വാക്കിന്റെ മുനമ്പിൽ ഇന്ന് നിൽക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അയ്യോ എന്ന വാക്ക് വിളിക്കേണ്ടെന്നല്ല, എഴുതി ചേർക്കാൻ നിനക്കൊരു നാമം സ്വർഗം സ്വന്തമായി തന്നിട്ടുണ്ട്. എഴുതി ചേർക്കാൻ ഒരു നാമം സ്വർഗം തന്നിട്ടുണ്ട്. എഴുതി ചേർക്കാൻ ഒരു നാമം. അയ്യോ സാറേ, പ്രതീക്ഷയില്ല, സാറും കൈവിട്ടു. അയ്യോ യജമാനനെ, പ്രതീക്ഷയില്ല, യജമാനനും കൈവിട്ടു. പിന്നെ ആരൊക്കെയുണ്ട്? അവരുടെയൊക്കെ പേര് നിങ്ങൾ ചേർത്തോ? ആരൊക്കെയുണ്ട്? അവരുടെ എല്ലാം പേര് ചേർത്തോ? അവരെല്ലാം കൈവിട്ടാലും ഒരു വ്യക്തിയെ നിനക്ക് അയ്യോയുടെ കൂടെ എഴുതി ചേർക്കാൻ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. അത് യഹോവയുടെ നാമമാണെന്ന് ദാവീദ് വ്യക്തമായി എഴുതി വെക്കുന്നു. അത് യഹോവയുടെ നാമമാണ്. ഇന്ന് കൈവിട്ടുപോയ കേസിനകത്താ ദൈവം ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാർക്കും ഇനി ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലെന്നും ആരും ആ കേസിന് കൈവെക്കത്തില്ലെന്നും പറയുന്ന ചിലരോടാ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ടു ജീസസ്. നിനക്ക് എഴുതി ചേർക്കാൻ ജീവിതത്തിൽ സ്വന്തമായി ഇനി ഒന്നുമില്ലെങ്കിലും, നിന്റെ മൂലധനം വരെ നഷ്ടപ്പെട്ടു പോയി എങ്കിലും, ആമേൻ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിനക്ക് അയ്യോയോടുകൂടെ എഴുതി ചേർക്കാൻ ദൈവത്തിന്റെ അഭിഷിക്തനാകുന്ന ദാവീദ് നമുക്കെല്ലാവർക്കും മാതൃകയായി കാണിച്ചു തരുന്ന ഒരു നാമമുണ്ട്, യഹോവയുടെ നാമം. അയ്യോ യഹോവേ, in the name of Jesus. അയ്യോ യഹോവേ. മോനെ, എത്ര തകർച്ചയുടെ നടുവിൽ കിടന്നും എനിക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്ന, കരം കൊടുക്കേണ്ടാത്തൊരു നാമമുണ്ടെങ്കിൽ അതാ നാമമേ. സ്തോത്രം, ഹല്ലേലൂയ. എത്ര രാജ്യങ്ങളിൽ പിടിയുണ്ടെങ്കിലും മോനെ, നിനക്കൊരു രാജ്യത്തിന്റെ പേര് പറയണമെങ്കിൽ പേര് പറയുന്ന രാജ്യത്തും കരം കൊടുത്താലേ ജീവിക്കാൻ പറ്റൂ. കരവും കൊടുക്കണം, കപ്പവും കൊടുക്കണം, എല്ലാം കൊടുക്കണം, ജീവിക്കാൻ പറ്റും. ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഹാൻഡ് കർച്ചീഫിന് പോലും കരം കൊടുത്താൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ. എന്തുവാ ഈ ലോകത്ത് കരം കൊടുക്കാതെ കിട്ടുന്നേ? എന്തുവാ കിട്ടുന്നേ? ഒന്നും കിട്ടത്തില്ല. നിനക്കൊരു നീ അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ കഷ്ണത്തിനും കരം കൊടുക്കണം, അല്ലാതെ ഇവിടെ ഒന്നും ഉപയോഗിക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. ചിന്തിച്ചിട്ടുണ്ടോ?
പേപ്പർ കഷ്ണത്തിനും കരം കൊടുക്കണം. അതായത് ഞാൻ എന്തെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ ഒന്നും സൗജന്യമല്ല, ഒന്നും സൗജന്യമല്ല. ഈരെടുക്കണമെങ്കിൽ പേന് കൊടുക്കണമെന്നൊരു പഴമൊഴി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ ഈ ഭൂമി ജീവിക്കാനൊക്കത്തുള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, കരം കൊടുക്കണ്ടാത്ത ഒരേ ഒരു നാമമേ ഉള്ളൂ. പ്രൈസ് ടു ജീസസ്. അതെന്റെ ദൈവത്തിന്റെ നാമമാണ്. നമ്മൾ എല്ലാത്തിനും വില കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞില്ലേ, അടുപ്പേ കത്തിക്കുന്ന പേപ്പറിനും കരം കൊടുത്തു വാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ദൈവനാമത്തിന് വില കൊടുക്കാൻ, സ്തോത്രം, ദൈവനാമത്തിന് വില കൊടുക്കാൻ ഞാൻ തയ്യാറാകണം. തയ്യാറല്ലെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ തയ്യാറാകണം. വില കൊടുത്തോണ്ടാ, വില ദാവീദ് കൊടുത്തോണ്ടാ. വില കൊടുക്കാതെ ഒന്നും ദാവീദായില്ല കേട്ടോ. നമുക്ക് ദാവീദിനെ കുറിച്ച് പറയാനൊക്കെ 1000 നാവാ. നമ്മൾ വില കൊടുക്കേണ്ടടുത്ത് വില കൊടുക്കണം. ടൈം കൊടുക്കേണ്ടടുത്ത് ടൈം കൊടുക്കണം. അറ്റൻഷൻ കൊടുക്കേണ്ടടുത്ത് അറ്റൻഷൻ കൊടുക്കണം. നമ്മള് പലരെ അറ്റൻഡ് ചെയ്യാത്തോണ്ടാ പലരും വേറെ അറ്റൻഷൻ തേടി പോകുന്നത്. പലരെ നമ്മൾ കേൾക്കാൻ തയ്യാറല്ലാത്തോണ്ടാ കേൾക്കുന്ന പലരെയും തേടി പോകുന്നത്. പലരെയും സ്നേഹിക്കാൻ തയ്യാറല്ലാത്തോണ്ടാ സ്നേഹം കിട്ടുന്നിട എല്ലാം ശുദ്ധ സ്നേഹം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതിനെ അറ്റൻഡ് ചെയ്യണം. അറ്റൻഷൻ കൊടുക്കേണ്ടതിന് അറ്റൻഷൻ കൊടുക്കണം. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. വാല്യൂ കൊടുക്കേണ്ടതിന് വാല്യൂ കൊടുക്കണം. ഈ ലോകത്തിൽ നമ്മൾ എല്ലാത്തിനും എന്തിനാ ഒരു വസ്തുവിന് എത്ര പ്രാവശ്യം കൊടുക്കുന്നറിയാമോ? സ്തോത്രം. ഒരു വസ്തു, ഈ ഹാൻഡ് കർച്ചീഫ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ റോ മെറ്റീരിയൽ വേണോ, ആ റോ മെറ്റീരിയലിന്റെ അത് പിണ്ടാകാരമായിരുന്ന സമയം മുതൽ കർച്ചീഫ് ആകുന്ന സമയം വരെയുള്ള സാധനത്തിന് നമ്മൾ കരം കൊടുത്തേക്കുക. ഒന്ന് ഓർത്തു നോക്ക്. ഈ കരം എല്ലാം കൂടെ കെട്ടിവെച്ചേക്കുന്നത് എൻ്റെ തലയില്ല, ഫൈനൽ എൻഡ് യൂസറിൽ നിന്നാണ് ഇത് മേടിക്കുന്നത്. എത്ര കരം കൊടുത്തു നോക്കി, എന്തുമാത്രം വില കൊടുത്തിട്ടാ ഈ സാധനം എടുത്ത് ഇങ്ങനെ ഒന്ന് തുടയ്ക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. അതിന് ഞാൻ തയ്യാറാണ്. എന്നാൽ എന്നെ ഇത്രയും പ്രാപ്തനാക്കിയ എൻ്റെ ദൈവത്തെ അറ്റൻഡ് ചെയ്യാൻ, ദൈവത്തിന് കൊടുക്കേണ്ട വില കൊടുക്കാൻ, ദൈവത്തിന് കൊടുക്കേണ്ട അറ്റൻഷൻ കൊടുക്കാൻ ദാവീദ് തയ്യാറായി എങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ തയ്യാറാകുന്നില്ല, നാം തയ്യാറാകുന്നില്ല? അയ്യോ എന്ന് വിളിക്കാൻ മരണപാശങ്ങൾ ചുറ്റേണ്ട സമയം വരെ കാത്തിരിക്കുന്നത് ആവശ്യമുണ്ടോ? അയ്യോ എന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ ദൈവമേ എന്ന് വിളിക്കാൻ പാതാളത്തിന്റെ വേദന നിന്റെ ഉച്ചം തലവരെ പിടിക്കുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. ഉണ്ടോ? എന്തുകൊണ്ടാണ് നാണക്കേടില്ലാതെ, ജാള്യത ചിന്തിക്കാതെ, മോശമല്ലേ ചിന്തിക്കാതെ, എങ്ങനെ കേറിപ്പോകുന്നേ എന്ന് ചിന്തിക്കാതെ ദാവീദ് വേഗത്തിൽ അയ്യോ യഹോവേ എന്ന് വേഗത്തിൽ വിളിക്കാൻ കാരണം? അയ്യോ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുടെ പേരെ വായിൽ വരുള്ളൂ. എൻ്റെ മോളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ, അവള് എന്തൊന്ന് സംഭവിച്ചാലും പെട്ടെന്ന് അവളുടെ വായിൽ അപ്പേന്നേ വരുള്ളൂ. അപ്പേ എന്ന് വിളിക്കും. അമ്മ അടിച്ചാലും വിളിക്കും, കാലിലുറുമ്പ് കടിച്ചാലും വിളിക്കും, സൈക്കിളിൽ നിന്ന് വീഴാൻ പോയാലും അപ്പേ എന്ന് വിളിക്കും. കാര്യം എന്നാ? കൂടുതലും അവൾ സംസാരിക്കുന്നതും കൂടുതൽ എല്ലാ കാര്യങ്ങളും ആശയവിനിമയം നടത്തുന്നതും കൂടുതൽ സാധനങ്ങൾ വേണോന്ന് പറയുന്നതും എന്നോടാണ്. എന്ന് പറഞ്ഞാൽ അമ്മയോട് പറയത്തില്ലെന്നല്ല, അമ്മയോട് പറയും. കൂടുതലും അവളുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതും അവളെ കുറച്ച് കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുവെന്നോ, അല്ലെങ്കിൽ അപ്പയോട് പറഞ്ഞാൽ കാര്യം നടക്കുമെന്നോ, എന്തൊക്കെയോ അവളുടെ ഉള്ളിലുള്ളത് കൊണ്ട് വേഗത്തിൽ അപ്പേ എന്ന് വിളിക്കുള്ളൂ. അതെന്താ? അവളുടെ മനസ്സും അവളുടെ ഹൃദയത്തിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ എന്നൊരു വ്യക്തിയാണ്. മോനെ, ഹൃദയം നിറഞ്ഞു നിൽക്കുന്നതേ അധരത്തിലേക്ക് വരത്തും. ഹൃദയം നിറഞ്ഞു കവിയുന്നതേ അധരം സംസാരിക്കും. നമ്മുടെ വായിൽ
നമ്മൾ ആർക്കാണോ കൂടുതൽ സ്ഥാനം, എന്തിനാണോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്, അതേ നമ്മുടെ വായി വരും. നമ്മളെ എന്തിനാണോ വില കൊടുക്കുന്നത്, അതേ വായിൽ വരും. ചില ആൾക്കാർ നാവെടുത്താൽ നന്നായിട്ട് പ്രാർത്ഥിക്കും, പക്ഷെ നാവെടുത്ത ഒരു കോപം വരുന്നൊരു സന്ദർഭം വന്നാൽ നാവെടുത്ത പുറത്തു പറയാൻ വല്ലാത്ത വാക്കേ വായി വരത്തുള്ളൂ, പുറത്തു പറയാൻ കൊള്ളാത്ത വാക്കേ വായിൽ വരും. പക്ഷെ ആള് ഭയങ്കര പ്രാർത്ഥനയായിരിക്കും, ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും, വെൽ ഡ്രസ്ഡ് ആയിരിക്കും. അതെന്നെ പെട്ടെന്ന് അങ്ങനെ. അപ്പൊ അവിടെ ഒരു ചികിത്സയുടെ ആവശ്യമുണ്ട്. ചില ആൾക്കാർ കോപം വന്ന ആത്മീയനാണോ അനാത്മീയനാണോ, ദൈവം ഒന്ന് കേട്ടിട്ടുണ്ടോ, ഇനിയിപ്പോ യുക്തിവാദിയാണോ ഒന്നും അറിയത്തില്ല, യുക്തിവാദിയാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും പെരുമാറത്തില്ല. അങ്ങനെയും ഉണ്ട്, ചികിത്സയുടെ ആവശ്യമുണ്ട്. പക്ഷെ ഇതെല്ലാം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. ഈ സെഗ്മെന്റിൽ കൂടെ ഒക്കെ തന്നെയാണ് ദാവീദും കടന്നു പോകുന്നത്. സങ്കടവും വേദന എന്നൊക്കെ വാക്യത്തിൽ എഴുതി വെച്ചു, അവിടെ കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കരുത്. ആ മനുഷ്യൻ കടന്നുപോയ സംഘർഷാവസ്ഥ നമ്മൾ ശമൂവേലിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാനായിട്ട് കഴിയും. സങ്കീർത്തനങ്ങളുടെ ഏടുകളിൽ തന്നെ ദാവീദൊക്കെ അനുഭവിച്ച കഷ്ടങ്ങൾ കിടപ്പുണ്ട്. കഷ്ടവും സങ്കടങ്ങളും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലഘൂകരിക്കാനൊന്നും കഴിയത്തില്ല. ഹല്ലേലൂയ. പരിഹാസം, നിന്ന, ഭീഷണി, മരണപാശങ്ങൾ, ആയുസ്സെടുക്കാൻ വേണ്ടി ഒരു കൂട്ടർ, ആക്ഷേപിക്കാൻ വേണ്ടി ഒരു കൂട്ടർ, കുതുകാൽ വെട്ടാൻ വേണ്ടി ഒരു കൂട്ടർ എന്ന് വേണ്ട എല്ലാ വഴിയിൽ നിന്നും പ്രതിസന്ധി അനുഭവിച്ച ഒരു മനുഷ്യൻ വായെടുത്തപ്പോൾ തന്നെ എഴുതി വെച്ചേക്കണം, അയ്യോ യഹോവേ, വിളിച്ചപേക്ഷിക്കാൻ കൊള്ളാമെന്നുള്ള. ഹൃദയം നിറഞ്ഞ് കവിയുന്നതേ അതരം സംസാരിക്കുകയുള്ളൂ എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നു, എന്റെയും നിങ്ങളുടെയും ഹൃദയം നിറഞ്ഞ് കവിയുന്നത് എന്താണ്? അയ്യോ എന്ന വാക്കിന്റെ കൂടെ എന്തൊന്നാണോ വരുന്നത്, അതാണ് എൻ്റെ ഹൃദയത്തിനകത്ത് മറ്റെന്തിനേക്കാളും സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അയ്യോ എന്ന വാക്കിന്റെ കൂടെ എന്താണോ വേഗത്തിൽ വായിലേക്ക് വരുന്നത്, അതാണ് എൻ്റെ ഉള്ളത്തിന് ഏറ്റവും കൂടുതൽ പരിചയമുള്ള വാക്ക്. ഇന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന് ഒന്നാം സ്ഥാനം നമുക്ക് കൊടുക്കാം. മരണപാശങ്ങൾ ആയുസ്സിനെ കവരുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ, പാതാളത്തിന്റെ വേദനകൾ നിനക്ക് ഈ വേദനയിൽ നിന്ന് ആശ്വാസം തരത്തില്ല എന്ന് വെല്ലുവിളിക്കുമ്പോൾ, ദാവീദ് അതിന്റെ നടുവിൽ എടുക്കുന്ന ഒരേ ഒരു പോംവഴി, ഒരേ ഒരു റെമഡി ദൈവത്തിന്റെ നാമമാണ്. ഇന്ന് നമുക്ക് ഓരോരുത്തർക്ക് ഏതൊരു നീറുന്ന വേദനയിലും, ഏതൊരു ചങ്ക് തകരുന്ന അവസ്ഥയിലും എനിക്ക് നിങ്ങൾക്കും എടുക്കാൻ കഴിയുന്ന വിശ്വസ്തമായ ഒരു നാമമാണ് ദൈവത്തിന്റെ നാമം. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ച സമയം ഏതാണെന്നറിയാമോ? 5 വാക്യങ്ങൾക്കകത്തുനിന്ന് അല്ല, 8 വാക്യങ്ങൾക്കകത്തുനിന്ന് നമുക്കതെടുക്കാനായിട്ട് 8 പോയിന്റിനകത്ത് എടുക്കാനായിട്ട് കഴിയും. വിളിച്ചപേക്ഷിച്ച സമയം: 1, മരണപാശങ്ങൾ തന്നെ ചുറ്റിയപ്പോൾ; 2, പാതാള വേദനകൾ തന്നെ പിടിച്ചപ്പോൾ; പിന്നെ വാക്യം 3 കിടക്കുന്നു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചപ്പോൾ; വാക്യം 6 കിടക്കുന്നു, ഞാൻ എളിമപ്പെട്ടപ്പോൾ; വാക്യം 8 15 കിടക്കുന്നു, മരണം സമീപിച്ചപ്പോൾ; വാക്യം 8 തന്നെ വീണ്ടും കിടക്കുന്നു, എൻ്റെ കണ്ണുകൾ കണ്ണുനീരണിഞ്ഞപ്പോൾ; വാക്യം 8 വീണ്ടും കിടക്കുന്നു, എൻ്റെ കാലുകൾ വഴുതിയപ്പോൾ; വാക്യം 10 അവസാനിക്കുന്നു, ഞാൻ വലിയ കഷ്ടത്തിലായപ്പോൾ. ഇന്ന് ഇത്രയും വാക്യത്തിനകത്ത് പെടാത്ത ആരും എന്നെ കേൾക്കുന്നില്ല. ഇത്രയും പ്രശ്നങ്ങൾക്കകത്തൂടെ കടന്നു പോകാത്ത ആരും എന്നെ കേൾക്കുന്നില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനാണെങ്കിൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും ബലത്തോടെ എടുക്കാൻ കഴിയുന്ന ഈ നാമം ഇന്ന് നാം എടുക്കേണ്ട പോലെ ഒന്ന് എടുക്കുമെങ്കിൽ, അറിയേണ്ട പോലെ ഒന്ന് അറിയുമെങ്കിൽ, മരണപാശങ്ങളിൽ അഴിയുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കും ഇത്. മരണത്തിൻ്റെ പാശങ്ങൾ അഴിയുന്നൊരു മീറ്റിംഗ് ആയിരിക്കും. പാതാളത്തിൻ്റെ വേദനകൾ തകർന്നു മാറുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എൻ്റെ ദൈവം എന്നെ ആ നിലയിൽ നിന്ന് വിടുവിക്കുമെന്ന്? സഹോദര, നിനക്ക് പ്രിയപ്പെട്ട എന്തോ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ, നിന്റെ കയ്യിലുള്ളതെന്തോ നഷ്ടമാകാൻ വേണ്ടി ശത്രു വെല്ലുവിളിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, നിനക്കുള്ള സമാധാനം, സന്തോഷം, ബന്ധങ്ങൾ, മക്കൾ, ഇതിനെല്ലാം സാത്താൻ മരണപാശങ്ങൾ കൊണ്ട് മരണം കുത്തിവെച്ച് ആ ബന്ധങ്ങൾക്കകത്ത് നിർജീവത്വം കൊണ്ടുവരാൻ വേണ്ടി സാത്താൻ വെല്ലുവിളിക്കുമ്പോൾ,
പാതാളത്തിന്റെ വേദനകൾ ബോണസായി നിനക്ക് തന്നിട്ട് മരണം നിന്റെ ലൈഫിൽ വിതയ്ക്കാൻ വെല്ലുവിളിക്കുമ്പോൾ, ഇന്ന് വിശ്വാസത്തോടെ പറയുന്ന ആരെങ്കിലും ഇതിനകത്ത് കേൾക്കുന്നുണ്ടോ? വിശ്വാസത്തോടെ ആമേൻ പറയാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അങ്ങനെ ഉള്ളവന്റെ നാവിൽ ദൈവത്തിന്റെ നാമം എടുക്കുകയാണെങ്കിൽ ആ നാമത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, ജീവന്റെ നീരുറവ, ജീവന്റെ നീരുറവ അവന്റെ ലൈഫിലേക്ക് ഒഴുകാൻ തുടങ്ങും. അവന്റെ ലൈഫിലേക്ക് ഒഴുകാൻ തുടങ്ങും. നീരിന്റെ ഉറവ, മരണത്തിന്റെ പാശങ്ങൾ ഒതുക്കി വെച്ചിരിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിച്ചു വിടും. ജീവന്റെ നീരുറവ മരണപാശങ്ങൾ കൊണ്ട് കുടുക്കിയിട്ടിരിക്കുന്ന ഭവനങ്ങൾക്കകത്ത് ദൈവം പൊട്ടിച്ചു വിടും. ആ ഉറവ പൊട്ടിച്ചു വിട്ടാൽ വേനലിനടയ്ക്കാൻ കഴിയാത്ത നിലയിൽ പരിശുദ്ധാത്മാവ് അതിനകത്ത് നിന്ന് ഉറവയെ തുറക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കട്ടെ. എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കട്ടെ. ആ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ, ആ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ, പരിശുദ്ധാത്മാവിനോടൊന്ന് സംസാരിക്കാൻ, എല്ലാ മരണവേദനകളും തകരാൻ, എല്ലാ മരണപാശങ്ങളും അറ്റുപോകാൻ. അത് നിങ്ങളുടെ തലമുറയുടെ ഭാവിക്ക് മേലാണെങ്കിലും, നിങ്ങളുടെ തലമുറയുടെ ആയുസ്സിന്റെ മേലാണെങ്കിലും, നിങ്ങളുടെ തലമുറയുടെ സ്വഭാവത്തിന്മേലാണെങ്കിലും, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ മേലാണെങ്കിലും, എവിടെയാണോ സാത്താൻ മരണത്തിന്റെ പാശം കൊണ്ട് പാത്തുവെച്ചത്, പതിയിരുത്തിയത്, ഇന്ന് ദൈവം അതിനെ തകർക്കുന്ന ഒരു ദിവസമായി തീരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഇത് വിശ്വസിക്കുന്നവരുടെ ലൈഫിൽ നിന്ന് എല്ലാ മരണപാശവും പൊട്ടിമാറട്ടെ. എല്ലാ മരണപാശകളും പൊട്ടിമാറട്ടെ. വിശ്വസിക്കുന്നവരുടെ ലൈഫിൽ നിന്ന്, ഇന്ന് ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ലൈഫിൽ നിന്ന് പരാജയങ്ങൾ പൊട്ടിമാറട്ടെ. മരണത്തിന്റെ പാശങ്ങൾ പൊട്ടിമാറട്ടെ. പാതാളത്തിന്റെ വേദനകൾ പൊട്ടിമാറട്ടെ. എല്ലാ തകർച്ചയുടെ ആത്മാവും തകരട്ടെ യേശുവിന്റെ നാമത്താൽ. പ്രതീക്ഷയോടെ നിങ്ങൾ വളർത്തിയത്, പ്രതീക്ഷയോടെ നിങ്ങൾ കൊണ്ടു നടന്നത്, നിങ്ങളുടേത് എന്ന് നിങ്ങൾ വിശ്വസിച്ചത്, എന്നാൽ സാത്താൻ അതിനെ തട്ടിയെടുക്കാൻ, സാത്താൻ ആ ബന്ധം കവരാൻ, സാത്താൻ ആ സ്നേഹം നശിപ്പിക്കാൻ, ഈമാൻ പാതാളത്തിന്റെ വേദനയോടുകൂടെ നിന്റെ ലൈഫിൽ കൊണ്ടുവന്ന മരണത്തിന്റെ സകല വെല്ലുവിളികളും യേശുവിന്റെ നാമത്തിൽ ഈ സമയം അതഴിയട്ടെ. ഈ സമയം അതഴിയട്ടെ. വിശ്വസിക്കുന്നവരുടെ ലൈഫിൽ നിന്ന്, നിങ്ങളുടെ എല്ലാ മേഖലകളിൽ നിന്നും, മരണം കൊണ്ടുവരുന്ന എല്ലാ മേഖലകളിൽ നിന്നും, മരണം വിതയ്ക്കാൻ നിൽക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും, അത് ഫിനാൻഷ്യൽ, അത് ഹെൽത്ത്, നിങ്ങളുടെ ജോബ്, ഏത് മേഖലയിലാണെങ്കിലും, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ്, ഏത് മേഖലയിലാണെങ്കിലും ഇപ്പോൾ മരണത്തിന്റെ സകല ഘേട്ടും യേശുവിന്റെ നാമത്തിൽ, മരണത്തിന്റെ സകല കയറും യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. പഴയ നിയമത്തിൽ മരണത്തിന്റെ ഭാഷകളെ കുറിച്ച് മാത്രം പറയുമ്പോൾ തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ അകത്തു നിന്ന് നമുക്കൊരു മോചനമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു ക്രിസ്തീയ ജീവിതം. മരണം കൊണ്ട് തീരുന്നതല്ല ഒരു ക്രിസ്തീയ ജീവിതം. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ. അവന് മരണത്തിന് ശേഷവും പ്രതീക്ഷിക്കാൻ വകയുണ്ട്. മരണത്തിന് ശേഷവും പ്രതീക്ഷിക്കാൻ വകയുണ്ട്. മരണത്തിന് ശേഷം പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ദൈവവേദലേ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്
ഒരു മരണാനന്തര ജീവിതമുണ്ട്. പാതാളം കൊണ്ട് അവസാനിക്കുന്നതോ അല്ലെങ്കിൽ മരണം കൊണ്ട് തീർന്നു പോകുന്നതോ ആയിട്ടുള്ള ജീവിതമൊന്നും അല്ല ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം. അവന് പ്രതീക്ഷിക്കാൻ വകയുണ്ട്, അവന് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. സുഹൃത്തെ, പഴയ നിയമത്തിൽ പാതാളത്തിൻ്റെ വേദനയെക്കുറിച്ച് മാത്രം പറയുമ്പോൾ പുതിയ നിയമത്തിൽ ഉയർപ്പിനെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും നിത്യാനന്ദത്തെക്കുറിച്ചും നിത്യ തേജസ്സിനെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പറുദീസായെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി തന്നെ വെളിപ്പാട് പുസ്തകം വരെയും നമ്മെ പഠിപ്പിക്കുന്നു. ഈ സമയം ഞാൻ നിങ്ങൾ പുതുനിയമ കാലത്തിൽ പുതുനിയമ സുവിശേഷത്തിനാണ് സാക്ഷികളായിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും നല്ല പ്രത്യാശയുണ്ട്. ഞാനായിരിക്കുന്ന മരണത്തിൻ്റെ പാശങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ, മരണത്തിന് പിടിച്ചടക്കി വയ്ക്കാൻ കഴിയാത്ത ഒരു ക്രിസ്തു എനിക്ക് തുണയായിട്ടുണ്ട്. മരണത്തെ പിടിച്ചടക്കി വയ്ക്കാൻ കഴിയാത്ത ക്രിസ്തു എനിക്ക് തുണയായിട്ടുണ്ട്. മരണമോ അതിനെ കീഴ്പ്പെടുത്തിയില്ല, ഇരുട്ടോ അതിനെ കീഴ്പ്പെടുത്തിയില്ല, ശത്രുവോ അവന്റെ പുനരുത്ഥാനത്തെയോ അവന്റെ വാഗ്ദത്തങ്ങളെയോ കീഴ്പ്പെടുത്തിയില്ല. മരണത്തിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ക്രിസ്തു യേശുവിൻ്റെ കൂട്ടായ്മ എന്നോട് നിങ്ങളോടും കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ വിഷമങ്ങളെ ചൊല്ലി നിങ്ങൾ നിരാശപ്പെട്ടു പോകല്ല. നിങ്ങളുടെ കഷ്ടത്തെയും സങ്കടത്തെയും കുറിച്ച് ഓർത്ത് നിങ്ങൾ നിരാശപ്പെട്ടു പോകല്ല. ദൈവം മരണപാശങ്ങളെ അഴിച്ച് തൻ്റെ മകനെ ഉയർപ്പിച്ചതുപോലെ എന്നെയും നിങ്ങളെയും ആ ക്രിസ്തു യേശുവിനോട് കൂടെ യുഗായുഗങ്ങളോളം വാഴുവാൻ അവൻ എന്നെയും ഉയർപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിതാവേ, എന്നെ കാണുന്ന ഓരോ ജനത്തിനായി ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ജനത്തെയൊക്കെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. എല്ലാ പരാജയങ്ങളിൽ നിന്നും, പാതാള വേദനകളിൽ നിന്നും, മരണപാശങ്ങളിൽ നിന്നും ഈ ജനത്തെ അവിടുന്ന് വിടുവിക്കണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമുകളെ അവിടുന്ന് ബ്ലസ് ചെയ്യുന്നതിനായി ബ്ലസ് ചെയ്യുന്നതിനായി നന്ദി. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോ ജനത്തെയും ഞാൻ അങ്ങയുടെ നാമത്തിൽ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകണമേ. പാപികൾ യേശുവിൻ നാമത്തിൽ മാനസാന്തരപ്പെടണമേ. പിന്മാറ്റക്കാർ യേശുവിൻ നാമത്തിൽ മടങ്ങി വരണമേ. രക്ഷയുടെ സന്തോഷവും ഉല്ലാസവും ഓരോ ജനവും അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ ഞങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. അത്യാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഫോണിലും ബന്ധപ്പെടാവുന്നതാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 ദൈവകൃപയാൽ നമ്മുടെ മീറ്റിംഗ് 2 നേരവും നടക്കുന്നു. നിങ്ങൾ തുടർമാനമായി ഈ ചാനൽ സന്ദർശിക്കുന്ന ഞങ്ങളുടെ മീറ്റിംഗ് വാച്ച് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ വളരെ സന്തോഷം. ആദ്യമായിട്ട് ആരെങ്കിലും ഞങ്ങളെ കാണുന്നെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 നടക്കുന്ന ഞങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുത്താട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാട്ടെ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ കർത്താവ് തൻ്റെ ചിറകിൻ കീഴിൽ നമ്മെല്ലാവരെയും പരിപാലിക്കട്ടെ. I bless you in Jesus' almighty name.